സ്നേഹം പാടി വരുന്നൊരു കേരള യാത്ര ഇതാ. മോഹനമായൊരു ഭാവിക്കായി കോർത്ത കരങ്ങളിതാ. നിശ തോറ്റിടും ദീപവുമായി നിലക്കാത്ത പ്രവാഹവുമായി പതികാന്തപുരം വരവായി പദമിൽ തിരിനാളവുമായി. നിശ തോറ്റിടും ദീപവുമായി നിലക്കാത്ത പ്രവാഹവുമായി പതികാന്തപുരം വരവായി പദമിൽ തിരിനാളവുമായി. മനഃശാന്തി ഉണർത്തിടുവാൻ പരസ്നേഹമതേറ്റിടുവാൻ, മനഃശാന്തി ഉണർത്തിടുവാൻ പരസ്നേഹമതേറ്റിടുവാൻ, ഹിതപാത തുറന്നിടുവാൻ ശുഭലക്ഷ്യമിൽ ചെന്നിടുവാൻ, ഹിതപാത തുറന്നിടുവാൻ ശുഭലക്ഷ്യമിൽ ചെന്നിടുവാൻ. നിശ തോറ്റിടും ദീപവുമായി നിലക്കാത്ത പ്രവാഹവുമായി പതികാന്തപുരം വരവായി പദമിൽ തിരിനാളവുമായി. മാമലകൾ മിഴിയൂറും കൈരളി മാനസരാജ്യം, തേങ്ങലുകൾ ഉയരുന്നിടമുൾവിളി കേട്ടൊരു വ്യൂഹം. മാമലകൾ മിഴിയൂറും കൈരളി മാനസരാജ്യം, തേങ്ങലുകൾ ഉയരുന്നിടമുൾവിളി കേട്ടൊരു വ്യൂഹം. കമറുല്ലുലമ കാന്തപുരത്തിൻ സ്നേഹവിഹാസം, കമറുല്ലുലമ കാന്തപുരത്തിൻ സ്നേഹവിഹാസം, മാനവികം മനസ്സുള്ളിലുറപ്പിക്കാൻ മൃദുഹാസം. നിശ തോട്ടിടും ദീപവുമായി നിലക്കാത്ത പ്രവാഹവുമായി പതികാന്തപുരം വരവായി പദമിൽ തിരിനാളവുമായി. ജ്വലിക്കുന്നു പൈതൃക ദീപം അണയ്ക്കാതെ മഹാൻ ദീർഘം, ജ്വലിക്കുന്നു പൈതൃക ദീപം അണയ്ക്കാതെ മഹാൻ ദീർഘം. മകൾ ശ്രേഷ്ഠരം പണ്ഡിത വ്യൂഹം സഹയാത്രികരായി ദൂരം, മകൾ ശ്രേഷ്ഠരം പണ്ഡിത വ്യൂഹം സഹയാത്രികരായി ദൂരം. കാന്തപുരം അബൂബക്കർ ഉസ്താദ് എന്ന ആ വ്യക്തിയുടെ യാത്ര വളരെ വിജയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തോടും അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഇവിടെ ഞാൻ ആശംസ അറിയിക്കുന്നു. എനിക്കൊന്ന് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും സഹോദരന്മാരാണ്. ആ ചിന്ത എല്ലാവർക്കും ഉണ്ടാകണം. ഈ മതത്തിൻ്റെ പേരിൽ പല ഭാഗത്തും പല സ്ഥലങ്ങളിലും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഇന്ത്യയുടെ 22 സംസ്ഥാനങ്ങൾ ചുറ്റി സഞ്ചരിച്ച ഒരാളാണ് ഞാൻ. 10ാമത്തെ വയസ്സിൽ തുടങ്ങി ഈ 56 വയസ്സ് വരയ്ക്കും ഇപ്പോഴും യാത്ര തുടരുന്നു. എനിക്ക് എൻ്റെ രാജ്യം പാലക്കാടാണെങ്കിലും പല രാജ്യങ്ങളും ചുറ്റി സഞ്ചരിച്ചു. പല ആളുകളെയും ഞാൻ കണ്ടു. പക്ഷെ കണ്ടു എന്ന് പറയാൻ പറ്റില്ല, കാരണം ഞാനൊരു അന്ധനാണ്. എനിക്ക് കണ്ണ് കാഴ്ചയില്ല. ചെറിയൊരു കാഴ്ചയേ ഉള്ളൂ. മുമ്പിലിരിക്കുന്നവരാരാണെന്ന് എനിക്കറിയില്ല. എന്നാലും എൻ്റെ യാത്രയിൽ ഹിന്ദുമത ആൾക്കാരായാലും ക്രിസ്തുമത ആൾക്കാരായാലും ഇസ്ലാം മത ആൾക്കാരായാലും എല്ലാവരെയും എന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. എനിക്ക് എവിടെ പോയാലും അവർ സന്തോഷവും സ്നേഹവും തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ യാത്രയിൽ പ്രത്യേകിച്ച് കേരള യാത്രയുടെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിയിൽ എത്തിച്ചേരുന്ന ഈ പരിപാടിയിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. മനുഷ്യൻ്റെ ഐക്യവും മനുഷ്യൻ്റെ സാഹോദര്യവും മറ്റെന്തിനേക്കാൾ ഉപരിയായി കാത്തുസൂക്ഷിക്കേണ്ട ഒരു ഘട്ടത്തിൽ ഐക്യം വികലപ്പെടുന്ന പ്രവർത്തനങ്ങളും കൂട്ടായ വിലപേശലും പോരായ്മകളുമൊക്കെ കുറഞ്ഞു വരുന്നൊരു ഘട്ടത്തിൽ ഐക്യത്തോടുകൂടി നിലനിൽക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് കാന്തപുരത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ വലിയ ശ്രമത്തെ, ആ ശ്രമത്തിനാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് CPM-ൻ്റെ എല്ലാ പിന്തുണയും അഭിവാദ്യങ്ങളും നേരുന്നു.
മാനവികതയ്ക്ക് ഏറ്റവുമധികം അപഭ്രംശം നേരിട്ടുകൊണ്ടിരിക്കുന്ന ആസുരമായൊരു കാലഘട്ടത്തിലാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജാതിഭേദം മതദ്വേഷമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിതെന്ന് അരുവിപ്പുറത്തെഴുതി വെച്ച മഹാനായ ശ്രീനാരായണ ഗുരുദേവന് ജന്മം നൽകിയ മണ്ണാണ് കേരളത്തിൻ്റെ മണ്ണ്. അനേകം സൂഫിവര്യന്മാരും മതപണ്ഡിതന്മാരും മതപ്രബോധനത്തോടൊപ്പം മാനവികത ഉയർത്തിപ്പിടിച്ച മണ്ണാണ് കേരളത്തിൻ്റെ മണ്ണ്. പക്ഷേ നിർഭാഗ്യവശാൽ ആ മാനവികതയ്ക്ക് ഇന്ന് കോട്ടം തട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. 50 കൊല്ലം മുമ്പ് കേരളത്തിലെ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്ന പല കാര്യങ്ങളും ഈ ശാസ്ത്ര സാങ്കേതിക മുന്നേറ്റത്തിൻ്റെ അപാരമായ കാലഘട്ടത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ ഇന്ന് ഈ കാലഘട്ടം കേരളം ജാതീയതയുടെയും മതാന്ധതയുടെയും മതതീവ്രവാദത്തിൻ്റെയും വിളഭൂമിയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം കണക്കിലെടുക്കുമ്പോഴാണ് ശൈഖുന കാന്തപുരം ഉസ്താദ് നടത്തുന്ന ഈ മാനവിക യാത്രയുടെ പ്രാധാന്യം നാം ഉൾക്കൊള്ളേണ്ടത്. കേരളത്തിലെ നല്ലറ എന്ന് അറിയപ്പെടുന്ന പാലക്കാട് കേരളത്തിലെ മറ്റ് ജില്ലകളെക്കാൾ കൂടുതൽ കടുത്ത ചൂട് അനുഭവപ്പെടുന്നു എന്നാണ് അറിവ്. അതുകൊണ്ടാണോ അതല്ല നെൽകൃഷികൾ ലാഭകരമല്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല. പൊതുവെ ഈ നല്ലറയായ പാലക്കാട് കൃഷിയിൽ നിന്നും വളരെ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയും അവസാനം മറുനാടുകളിൽ നിന്ന് നമ്മുടെ ഭക്ഷ്യസാധനങ്ങൾ വാങ്ങാൻ നിർബന്ധിതരാവുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. അതിന് ഗവൺമെന്റ് വളരെ വ്യക്തമായ പരിഹാരം കാണുകയും കടും ചൂട് അല്ലാഹു തആല തരുന്ന ഇവിടുത്തെ പ്രകൃതിയാണ്, അത് തടുക്കാൻ നമുക്ക് സാധിക്കുകയില്ലെങ്കിലും ജനങ്ങൾക്ക് ജലക്ഷാമം വരുമ്പോൾ ശുദ്ധജലമുണ്ടാക്കുകയും അതിലുപരി കർഷകർക്ക് നഷ്ടം വരാത്ത വിധത്തിൽ കൃഷി വികസിപ്പിക്കുകയും ചെയ്യാൻ ഈ നാട്ടിലുള്ളവർ എല്ലാവരും ശ്രമിക്കുമ്പോൾ ഗവൺമെന്റിന്റെ പിന്തുണ കൂടി ഉണ്ടായി ശ്രമിക്കണമെന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. പുന്നശ്ശേരി നമ്പി എന്ന് പറയുന്ന അറിയപ്പെട്ട സംസ്കൃത പണ്ഡിതന്റെ ഓർമ്മകൾ വരുന്ന സ്ഥലമാണ് പട്ടാമ്പി. അതുപോലെ രാഷ്ട്രീയത്തിൽ തിളങ്ങിയ സഖാവ് EMSന്റെയും അതുപോലെ മറ്റ് പലരുടെയും മണ്ഡലങ്ങളാണ് പട്ടാമ്പി. ഉണർത്തുപാട്ടിൻ നീളവുമായി വരുന്നിതായി കാന്തപുരം, വിശുദ്ധ സൗഹൃദ ദൗത്യവുമായി വിടർന്നിടുന്നു ശാന്തസ്വരം. ഉണർത്തുപാട്ടിൻ നീളവുമായി വരുന്നിതായി കാന്തപുരം, വിശുദ്ധ സൗഹൃദ ദൗത്യവുമായി വിടർന്നിടുന്നു ശാന്തസ്വരം. അസുരതകൾ താണ്ഡവമാടും നഗര ഗ്രാമവീഥികളിൽ, അസുരതകൾ താണ്ഡവമാടും നഗര ഗ്രാമവീഥികളിൽ, മനമുണരും കവിതകളായി കാലമരുളിയ കനകവരം. ഉണർത്തുപാട്ടിൻ നീണവുമായി വരുന്നിതായി കാന്തപുരം, വിശുദ്ധ സൗഹൃദ ദൗത്യവുമായി വിടർന്നിടുന്നു ശാന്തസ്വരം. ആകാശത്തിൻ ചെരുവിലിതാ ചന്ദ്രനുദിക്കുന്നു, ആരാമത്തിലെ ചെറുചെടിയിൽ പൂക്കൾ വിടരുന്നു. വിശ്വാസപരമായ വൈവിധ്യത്തെ ഞങ്ങൾ സ്വീകരിക്കുകയാണ്. വൈജാത്യ വ്യത്യാസങ്ങളെ
വൈരുദ്ധ്യമായി സമീപിക്കുന്നതിന് പകരം ഈ വൈരുദ്ധ്യങ്ങളെ സമീകൃതമാം ഉപയോഗപ്പെടുത്തിയിട്ട് ഒരേകീകൃത മാനവികത സംരക്ഷിക്കപ്പെടുക. അതാണ് മാനവികതയുടെ സന്ദേശം. വളരെ മനോഹരമായ ഒരു രാജ്യമാണ്. അതിന്റെ ജനാധിപത്യം മഹോന്നതമാണ്. ജനാധിപത്യത്തെക്കാൾ ഉപരി ഇന്ത്യയെ ശ്രേഷ്ഠയാക്കുന്നത് ഇന്ത്യയുടെ സെക്കുലർ സ്വഭാവമാണ്, മതനിരപേക്ഷ നിലപാടാണ്. ഈ മതനിരപേക്ഷ നിലപാടിന് ഭരണഘടനയിൽ നടത്തിയ ഭേദഗതിയിലൂടെ ഭരണഘടനക്കകത്തു തന്നെ വർഷങ്ങൾക്കു ശേഷം നാം ഇടം നൽകിയിട്ടുണ്ട്. ഇങ്ങനെ മതേതര ജനാധിപത്യ നിലപാട് രാഷ്ട്രീയമായി സ്വീകരിച്ച ഇന്ത്യ ബഹുസ്വര സമൂഹത്തിന് മാതൃകയാണ്. ഈ ഇന്ത്യയെ നിലനിർത്താൻ ആവശ്യമായ രാഷ്ട്രീയ സാക്ഷരത കേരളീയ ജനതക്കുണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇന്ത്യൻ ജനതക്കും ഉണ്ടാകണം. അപ്പോ നിങ്ങൾ ചിന്തിക്കും, ഇതുവരെ ഒന്നും പറഞ്ഞതുപോലെയല്ലല്ലോ ഇപ്പം പറയുന്നത്, രാഷ്ട്രീയം പറയുകയാണല്ലോ. അതേ, രാഷ്ട്രീയം പറയുകയാണ്, പക്ഷേ കക്ഷി രാഷ്ട്രീയമല്ല. ഈ പ്രാഥമിക പടിയെ സംരക്ഷിച്ചുകൊണ്ട് രാഷ്ട്രീയ സാക്ഷരത കേരളീയ ജനത കൈവരിക്കണം. രാഷ്ട്രീയ പ്രബുദ്ധത നമുക്കുണ്ട്. ആ പ്രബുദ്ധതയെ നാം സംരക്ഷിക്കണം. നാം ഒരു ബഹുസ്വര സമൂഹത്തിൽ സൗഹാർദ്ദത്തിൽ കഴിയണം, സ്നേഹത്തിൽ കഴിയണം. സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും കഴിയണമെങ്കിൽ സഹിഷ്ണുത എന്ന വികാരം നമ്മുടെ മനസ്സിനെ മതിക്കണം. അത്തരമൊരു സാഹചര്യത്തിൽ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടുകയല്ല, സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. എന്റെ സ്വാതന്ത്ര്യം ഞാൻ നിയന്ത്രിച്ചാലേ നിങ്ങളുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടൂ. എനിക്ക് കിട്ടിയ സ്വാതന്ത്ര്യം അത് ബെല്ലും ബ്രേക്കുമില്ലാത്തതാണെന്ന് ഞാൻ കണ്ടാൽ നിങ്ങളുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടും. നിങ്ങളുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടാൽ പിന്നീട് അവിടെ ഉദയം ചെയ്യുക, അവിടെ ഉത്ഭവിക്കുക അരാജകത്വമായിരിക്കും. അരാജക വാഴിച്ച ഉള്ളിടത്ത് മനുഷ്യജീവിതം അരോചകമായിരിക്കും. അതുകൊണ്ട് ഉന്നതമായ മൂല്യങ്ങളെക്കുറിച്ചുള്ള ഉണർത്തുപാട്ടാണ് കേരള യാത്ര മുന്നിൽ വെക്കുന്നത്. ഒറ്റപ്പാലം ഇന്ന് അഭിമാനം കൊള്ളുകയാണ്. ഞാനിവിടെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് ഷാൾ അണിയിച്ചത് ഇവിടെ കൂടിയവരുടെ മാത്രം പ്രതിനിധിയായിട്ടല്ല, ഒറ്റപ്പാലത്തെ മുഴുവൻ ജനങ്ങളുടെയും പ്രതിനിധി എന്ന നിലയിലാണ് ഞാൻ കാന്തപുരം ഉസ്താദിനെ ഷാൾ അണിയിച്ചുകൊണ്ട് ഇവിടെ സ്വീകരിച്ചത് എന്ന കാര്യം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ എനിക്ക് പറയുവാൻ ധൈര്യവും കരുത്തും നൽകിയത് അദ്ദേഹം ഉയർത്തുന്ന ഈ ജാഥയിൽ കേരള യാത്രയിൽ ഉയർത്തുന്ന വളരെ പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ്. മാനവികതയ്ക്ക് വേണ്ടിയുള്ള ഒരു യാത്രയാണ് കാന്തപുരം ഉസ്താദ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആധുനികതയുടെ സാങ്കേതിക വിദ്യയുടെ വളർച്ച മനുഷ്യ സമൂഹത്തെ പലപ്പോഴും അഹങ്കാരത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇപ്പോൾ നാം ഇന്ന് മിനിഞ്ഞാന്ന് ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വലിയ നേട്ടങ്ങൾ കണ്ടെത്തി. 5000 കിലോമീറ്ററുകൾക്കപ്പുറത്തേക്ക് ഒരു അഗ്നി വിക്ഷേപിക്കാൻ, മിസൈൽ വിക്ഷേപിക്കാനുള്ള കരുത്ത് ഇന്ത്യ നേടി. അത് അഭിമാനകരമായ നേട്ടം തന്നെയാണ്. വലിയ സാങ്കേതിക വിദ്യയുടെ നേട്ടങ്ങളിൽ മാനവ സമൂഹം അഭിമാനം കൊള്ളുമ്പോൾ നമുക്ക് നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിക്കേണ്ട ഒന്നുണ്ട്. അതാണ് മനുഷ്യത്വം, അതാണ് മാനവികത. അത് ഉയർത്തിപ്പിടിക്കണമെന്ന് നമുക്ക് ആഹ്വാനം നൽകിക്കൊണ്ടാണ് കാന്തപുരം ഉസ്താദ് ഒറ്റപ്പാലത്തുമെത്തിയിരിക്കുന്നത് എന്ന് നാം ഇവിടെ സന്തോഷപൂർവ്വം സ്മരിക്കുകയാണ്. ഞാൻ ഇവിടെ വരണമോ വരുമോ വരില്ലയോ എന്നതിനെക്കുറിച്ചൊക്കെ ചർച്ച നടന്നതായും എനിക്കറിയാം. പക്ഷെ ഞാൻ പറയുന്നു, ഞാൻ ഇവിടെ വന്നത് പറയേണ്ടവരോടെല്ലാം പറഞ്ഞ് എല്ലാവരുടെയും അനുമതി വാങ്ങിയിട്ടാണ് വന്നത് എന്ന് സന്തോഷത്തോടെ ഞാൻ അറിയിക്കുന്നു. കാന്തപുരം വരവായി മാനസഭൂമികയിൽ മാനവമോചന കാവ്യം മനമിൽ സാന്ത്വനമന്ത്രം. മാനവമോചന കാവ്യം മനമിൽ സാന്ത്വനമന്ത്രം.
വരവായി മാനസഭൂമികളിൽ സ്നേഹതുഷാരമായി. ഊഷരഭൂമുകൾ ഉഴുതുമറിച്ചു തളിച്ചിടണം സലിലം ദേശമിലുന്മയിറുത്തു നടുന്നിവർ മാനവ സ്നേഹഫലം. ഊഷരഭൂമുകൾ ഉഴുതുമറിച്ചു തളിച്ചിടണം സലിലം ദേശമിലുന്മയിറുത്തു നടുന്നിവർ മാനവ സ്നേഹഫലം. കടുത്ത വിദ്വേഷത്തിൻ വിത്തുകൾ അടർത്തി മാറ്റിടണം തളിർത്തു മാനവ സൗഹൃദ പൂവനി പടർത്തുവാൻ ശപഥം. മനസ്സുള്ളിൽ മാനവികത പൂത്തുലയട്ടെ അകമിൽ സഹജീവി സ്നേഹ സുമങ്ങൾ വിടരട്ടെ. കേരള യാത്ര സിന്ദാബാദ്, കേരള യാത്ര സിന്ദാബാദ്, കേരള യാത്ര സിന്ദാബാദ്, കേരള യാത്ര. ഈ യാത്രയിൽ ജനപ്രതിനിധികൾ കേരളത്തിലുടനീളം പങ്കെടുക്കുന്നതായി പത്രവാർത്തകളിലൂടെ മനസ്സിലാക്കുകയുണ്ടായി. ജനപ്രതിനിധികൾ മാത്രമല്ല, രാഷ്ട്രീയ രംഗത്തുള്ളവർ, സാമൂഹിക രംഗത്തുള്ളവർ, സാംസ്കാരിക രംഗത്തുള്ളവർ, കേരളീയ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഉള്ള പ്രമുഖരായിട്ടുള്ള ആളുകൾ, കേരളീയ ജീവിതത്തിന്റെ എല്ലാ തുറകളെയും പ്രതിനിധീകരിക്കുന്നവർ, കേരളീയ സമൂഹത്തിന്റെ ഒരു പരിച്ഛേദത്തെ തന്നെ കാന്തപുരത്തിന്റെ കേരള യാത്രയുടെ അങ്ങ് വടക്ക് കാസർഗോഡ് മുതൽ ഇങ്ങോളമുള്ള വേദികളിൽ കാണാൻ കഴിഞ്ഞു. അത് ഈ യാത്രയ്ക്ക് കേരളീയ സമൂഹത്തിൽ കിട്ടിയിട്ടുള്ള ഒരു പിന്തുണയുടെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ടുള്ള, ജാതിമത പരിഗണനകൾക്ക് അതീതമായിട്ടുള്ള, മറ്റെല്ലാ വേർതിരിവുകൾക്കും അതീതമായിട്ടുള്ള ഒരു പിന്തുണയുടെ തെളിവും അടയാളവും സാക്ഷ്യവുമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന ഗൗരവമുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളുടെ പരിഹാരം മതനേതൃത്വത്തിനോ രാഷ്ട്രീയ നേതൃത്വത്തിനോ ഒറ്റയ്ക്കൊറ്റയ്ക്കായി നിർദ്ദേശിക്കാൻ കഴിയുന്നതല്ല. മതനേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി അണിനിരക്കുമ്പോഴാണ് കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക്, ഈ യാത്രയിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന ഗൗരവമേറിയിട്ടുള്ള പ്രശ്നങ്ങളുടെ പരിഹാരം സാധ്യമാവുക എന്നുള്ളത്. ആ സന്ദേശം, ശരിയായ സന്ദേശം, ഒരുമിക്കുക, ഐക്യപ്പെടുക എന്ന സന്ദേശം, തിന്മകൾക്കെതിരായി, ജീർണതകൾക്കെതിരായി, മൂല്യച്യുതികൾക്കെതിരായി, അപതികത്തിനെതിരായി, കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത പരിഗണനകൾക്കും അതീതമായി മാനവികത ഉയർത്തിപ്പിടിക്കുന്ന എല്ലാവരും ഒരുമിക്കുക എന്ന സന്ദേശം കരളിലും കരങ്ങളിലും ഏറ്റുവാങ്ങിയാണ് ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ ഒത്തുകൂടിയത് എന്നതുപോലെ അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഞങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഓരത്ത് മുതൽ രണ്ട് ഭാഗവും ആളുകൾ ഉസ്താദിനെ സ്വീകരിക്കാൻ വേണ്ടി രണ്ട് ഭാഗവും ആവേശകരമായി നിൽക്കുന്ന ഒരു അനുഭവം യഥാർത്ഥത്തിൽ മണ്ണാർക്കാടിന്റെ ചരിത്രത്തിൽ ഇത്രയേറെ മനുഷ്യരെ കൂട്ടിയിണക്കിയ ഒരു യാത്ര സമീപകാലത്തുണ്ടായിട്ടില്ല എന്ന് ഇവിടെ ഇത് എനിക്ക് മുമ്പ് വന്ന് എന്നോട് സംസാരിച്ച ആളുകൾ പറയുകയുണ്ടായി. ശ്രീനാരായണ ഗുരുവൻ അതിൻ്റെ ഒരൊറ്റ വരി, അവൻ ഇവൻ അറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായൊരു ആത്മരൂപം, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരൻ്റെ ഗുണത്തിന്. എൻ്റെ ആൾക്കാർക്കും എൻ്റെ പാർട്ടിക്കാർക്കും നേരാവണമെന്നല്ല, ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വജനാളികൾക്കും സ്നേഹവും സന്തോഷവും സമൃദ്ധിയും നൽകുന്ന രൂപത്തിൽ പ്രവർത്തിക്കും ഈ രണ്ട് കാലിൽ സൃഷ്ടിച്ച ജീവി എന്നായിരുന്നു ഭഗവാന്റെ പ്രതീക്ഷ. പക്ഷെ ആ പ്രതീക്ഷകൾ തെറ്റുന്ന സമയത്തൊക്കെ ഈ മഹാത്മാവിനെ പോലുള്ള അവതാരം എന്നൊന്നും ഞാൻ പറയണില്ല, ഗീതയിൽ പ്രസിദ്ധമായിട്ടുള്ള വഴി നിങ്ങളോ കേട്ടിട്ടുണ്ടാവും. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അത്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനായാസ്കൃതം. പരിത്രാണായ സാധൂനാം എന്നേ പറഞ്ഞുള്ളൂ. സൽക്കർമ്മങ്ങളും സത്സ്വഭാവങ്ങളും സമൂഹത്തിൽ വളർത്തുന്ന അത്തരമുള്ള സജ്ജനങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യതയ്ക്ക് സർവേശ്വരൻ ഒരു പ്രത്യേക രൂപത്തിലൊന്നും അവതരിക്കപ്പെടുന്നില്ല. ഈ മഹാത്മാവിനെ അവതാര പുരുഷനായിട്ട് ഞാൻ വർണ്ണിക്കുകയല്ല.
അദ്ദേഹത്തിൻ്റെ ആ നന്മയുടെ ആധിക്യം കൊണ്ട് മുന്നിട്ടിറങ്ങി പ്രവർത്തിച്ച ഈ സൽസംരംഭം വർഷങ്ങൾക്ക് മുമ്പ് മഹാവി കള്ളത്തോണ്ടൊരു വരിയുണ്ട്, തന്നാൽ കരയേറ്റേണ്ടവരെ എത്ര പേരോ താഴത്ത് പാഴ്ചയേറ്റിൽ അമർന്നിരിപ്പേ താൻ ഒറ്റയിൽ ബ്രഹ്മപദം വരിക്കും തപോരിരിക്കെന്തൊരു ചാരിതാർത്ഥ്യം. ഈ ഭൂമിയിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ അനീതിയിലും അക്രമത്തിലും ദുഷ്കർമ്മത്തിലും വിവേകശൂന്യതയിലും താണുമ്പോൾ ആ മഹാത്മാവിനെ ആധ്യാത്മികമായിട്ട് അത്യുന്നത പ്രാപിച്ചൊരു മഹാത്മാവാണ്. ജപമാലിയും തൊട്ട് ജപിച്ച് ആ ആധ്യാത്മികതയിൽ ഇരുന്നാൽ മതി. അതൊക്കെ നിർത്തിവെച്ച് ഈ സമൂഹത്തിലെ അനീതികളും വിഷമങ്ങളും കണ്ടിട്ടുള്ള ആ മനോവേദനയുടെ ആധിക്യം കൊണ്ട് ഈ സമൂഹത്തിൻ്റെ ഉന്നമനമാണ് എൻ്റെ ജീവിത ലക്ഷ്യം എന്ന മുദ്രാവാക്യം വിളിച്ച് അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്ക് സർവ്വവിധ മംഗളങ്ങളും ഞാൻ നേരേണ്ട സർവേശ്വരൻ അനുഗ്രഹിച്ചിട്ടുള്ളതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ഇന്നത്തെ കാലാവസ്ഥ. അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യം നേടുന്നു. ഇവിടെ നേരത്തെ പറഞ്ഞ എല്ലാ മതാചാര്യന്മാരും സ്നേഹത്തിന് വേണ്ടി പഠിപ്പിച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഈ ജാഥ, ഞങ്ങളുടെ ഈ യാത്ര ഒരു കക്ഷിയെയും ഭിന്നിപ്പിക്കുകയില്ല, എല്ലാവരെയും യോജിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ജാഥ. എന്തുകൊണ്ട്? മാനവികത, മനുഷ്യത്വം അതിനെ തൊട്ടുണർത്തുകയാണ്. മനുഷ്യത്വം ഇന്ന് മരവിച്ചു പോയിരിക്കുന്നു. മനുഷ്യത്വം ഇന്ന് മനുഷ്യരിൽ നിന്ന് ദൂരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥ മാറ്റിയെടുത്ത് നമുക്കിവിടെ മാനുഷിക മൂല്യങ്ങളെ കാത്തുസൂക്ഷിക്കണം. മുസ്ലിംകൾ പൂർണ്ണമായും മുസ്ലിംകളായി തന്നെ, വിശിഷ്യ സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിൽ തന്നെ എല്ലാവരും ജീവിക്കണമെന്ന് ഞങ്ങൾ പറയുന്നു. ഹൈന്ദവർക്ക് അവരുടെ അമ്പലത്തിൽ പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ക്രൈസ്തവർക്ക് അവരുടെ ചർച്ചിൽ പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ ഓരോ വ്യക്തിയും അവരുടെ മതാചാരങ്ങളും മതചിട്ടകളും അനുസരിച്ച് ജീവിക്കാം. പക്ഷേ മനുഷ്യത്വം അതെല്ലാവരിലുമുണ്ട്, എല്ലാവരിലും ഉണ്ടാവണം. അതുകൊണ്ട് അത് നാം പരിഗണിക്കണം. ധർമ്മവിളക്കു തെളിച്ചു വരുന്നൊരു സംഗമിതാ തിങ്കളിതാ, കർമ്മമുതിർത്തു കനൽപദമിൽ ജയബേറിയിടും സംഗമിതാ. ധർമ്മവിളക്കു തെളിച്ചു വരുന്നൊരു സംഗമിതാ തിങ്കളിതാ, കർമ്മമുതിർത്തു കനൽപദമിൽ ജയബേറിയിടും സംഗമിതാ. ഉന്നത ലക്ഷ്യത്തിൻ ശിഖരങ്ങളിലുമ്മത്തിൻ യശസേന്തി വസന്തത്തിൻ ഉഷസൊന്നുതിയായി ഹൃത്തിൽ, മുറിയാത്ത പ്രവാഹങ്ങളിൽ ശ്രുതിയുയരും സംഗമിതാ. ധർമ്മവിളക്കു തെളിച്ചു വരുന്നൊരു സംഗമിതാ തിങ്കളിതാ, കർമ്മമുതിർത്തു കനൽപദമിൽ ജയബേറിയിടും സംഗമിതാ. ധീരരാം ശ്രേഷ്ഠ സൂഫി വര്യരിൽ നിന്നു കയ്യേറ്റി ഈ ദീപം, ജീവനേകിയും കാത്തുവണയാതെ ശീതക്കാറ്റിലും ശരവേഗം. ധീരരാം ശ്രേഷ്ഠ സൂഫി വര്യരിൽ നിന്നു കയ്യേറ്റി ഈ ദീപം, ജീവനേകിയും കാത്തുവണയാതെ ശീതക്കാറ്റിലും ശരവേഗം. പ്രതിബന്ധത്തിൻ തിരമാലകളിൽ മുങ്ങിയതേയില്ല, പ്രതിരോധത്തിൻ ശൈലങ്ങൾ തടയിട്ടു ഫലിച്ചില്ല. ഈ സുന്നി ആദർശവ്യൂഹം തുടരുന്ന പടയോട്ടമൂനം, തട്ടാതെ ചീറും പ്രവാഹം സ്ഥൈര്യം വിടാ സർവകാലം. ധർമ്മവിളക്കു തെളിച്ചു വരുന്നൊരു സംഗമിതാ തിങ്കളിതാ, കർമ്മമുതിർത്തു കനൽപദമിൽ ജയബേറിയിടും സംഗമിതാ.
രക്തമിൽ തീർത്ത അക്ഷരങ്ങളിൽ ലക്ഷ്യം സ്നേഹസുമ സാമ്രാജ്യം. ഭക്തിയുള്ളമിൽ തത്തിടും സൈന്യം അക്രമങ്ങൾക്കെതിർ സജ്ജം. രക്തമിൽ തീർത്ത അക്ഷരങ്ങളിൽ ലക്ഷ്യം സ്നേഹസുമ സാമ്രാജ്യം. നമ്മുടെ രാജ്യത്ത് ഇന്ന് മനുഷ്യന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചുമരുണ്ടെങ്കിലേ ചിത്രമെഴുതാൻ കഴിയും. ആ ചുമരിടിഞ്ഞു പൊളിഞ്ഞു പോകുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യം ഇത് ചെന്നെത്തി നിൽക്കുകയാണ്. ദാരിദ്ര്യവും പട്ടിണിയും തൊഴിലില്ലായ്മയും നമ്മുടെ രാജ്യത്തിന്റെ മുഖമുദ്രയായി മാറിയിരിക്കുകയാണ്. കേരളത്തിന്റെ ജാഥകളിലുടനീളവും തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി സംഘടനകൾ നടത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും യുവജന പ്രസ്ഥാനങ്ങളും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ മത സംഘടനകളും എല്ലാം നടത്തുന്ന ജാഥകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണമെന്ന് പറയാറുള്ളത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ അവകാശങ്ങളെ സംബന്ധിച്ച് മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആശയങ്ങളും മുദ്രാവാക്യങ്ങളുമാണ് ആ ജാഥകളുടെ പ്രധാനപ്പെട്ട ആകർഷണമെങ്കിൽ അവകാശങ്ങൾക്കപ്പുറത്തേക്ക് ഉത്തരവാദിത്തെ പൊതുജന സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന വളരെ പ്രസക്തമായ ഒരു മുദ്രാവാക്യവുമായി കടന്നു വരുന്ന ഈ ജാഥ, ഇതിന്റെ മുദ്രാവാക്യത്തെ തെരഞ്ഞെടുത്ത ബഹുമാന്യരായ ആളുകളെ ഞാൻ ആദ്യമായി ഈ പാലക്കാട്ട് ജനതയ്ക്ക് വേണ്ടി ബഹുമാനപൂർവ്വം ആദരപൂർവ്വം ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. മാനവികതയെ വീണ്ടെടുക്കാൻ അതിനെ ഉണർത്തുപാട്ടായി ഈ ജാഥ കേരളത്തിലുടനീളം സഞ്ചരിക്കുമ്പോൾ അവിടെ ഏതെങ്കിലും ഒരു മതത്തിന്റെ അവകാശത്തെ സംബന്ധിച്ചോ ഏതെങ്കിലും ഒരു ജാതിയുടെ അവകാശത്തെ സംബന്ധിച്ചോ ഏതെങ്കിലും ഒരു വെറും പ്രാദേശികമായ മുദ്രാവാക്യങ്ങളെ സംബന്ധിച്ചോ ഒരാശയം മുന്നോട്ട് വെക്കുന്നതിന് പകരം ലോകത്ത് മനുഷ്യർക്ക് മുഴുവൻ നന്മ ഭവിക്കാൻ, മനുഷ്യരിലെ മുഴുവൻ നന്മയെ ഉണർത്താൻ, മനുഷ്യരിലെ മുഴുവൻ മാനവികതയെ ഉണർത്താൻ, അന്യനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന, സൗഹാർദ്ദപരമായി ജീവിക്കാൻ പഠിപ്പിക്കുന്ന മഹത്തരമായ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ജാഥയുടെ പ്രസക്തിയായി ഞാൻ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ ജനവിഭാഗങ്ങളെയും മതപരമായിട്ടുള്ള എല്ലാ മതവിഭാഗങ്ങളെയും ഇവിടെ കാണാം. ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ്, ഹിന്ദുക്കളെയും കാണുന്നുണ്ട്, മുസ്ലിംസിനെയും കാണുന്നുണ്ട്. ഇതാണ് മതേതര സ്വഭാവം എന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടെ തന്നെ നടത്തുന്ന ഈ മതേതരപരമായിട്ടുള്ള ഈ യാത്ര നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഉസ്താദ് വളരെ കൃത്യമായി തന്നെ ഇതിനു വേണ്ട സന്ദേശങ്ങളും കാര്യങ്ങളും ഇവിടെ പറയുന്നു. ഇവിടെ ഇപ്പോൾ കർഷകരെല്ലാം നെൽകൃഷി കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം ചെലവുകൾ കൂടുതലും വരവ് കുറവും ആയതുകൊണ്ടാണെന്ന് അറിയുന്നു. അതിന് ഗവൺമെന്റ് കുറെ ആളുകളിൽ നിന്ന് നെല്ല് എടുത്തതിന് വലിയ തുക ഇതുവരെ ഗവൺമെന്റ് നൽകിയിട്ടില്ല എന്നാണ് അറിയുന്നത്. അതുകൊണ്ട് അടിയന്തരമായി ഗവൺമെന്റ് ആ തുക കൊടുക്കണം. എന്നാൽ മാത്രമേ അടുത്ത സമയത്ത് അടുത്ത കൃഷി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 50 കോടി സുബ്ഹാന ജല്ല ജലാലു. ഏതായാലും ഗവൺമെന്റ് ഇനി അത് താമസിപ്പിച്ചു കൊണ്ടുപോകരുതെന്നും കൂടാതെ താങ്ങുവില കുറച്ചുകൂടി അധികരിപ്പിക്കണമെന്നും ആവശ്യപ്പെടുന്നു. മറ്റൊരു പ്രധാന വിഷയം ഇന്ന് പത്രങ്ങളിലൊക്കെ ചർച്ചയായി നാം കാണുന്നത് 2 മത്സ്യത്തൊഴിലാളികൾ കൊല്ലപ്പെട്ടു. ഇറ്റാലിയൻ സൈന്യം അല്ലെങ്കിൽ യാത്രക്കാർ 2 കേരളീയരായ ഇന്ത്യക്കാരായ തൊഴിലാളികളെ വെടിവെച്ച് കൊന്നു. ഇപ്പോൾ അവരെ സംബന്ധിച്ച് ചർച്ച ചെയ്യേണ്ടതും അവരെ ശിക്ഷിക്കേണ്ടതും ആരാണ് എന്ന തർക്കത്തിലാണ് ഇപ്പോൾ കേന്ദ്രവും കേരളവുമായിട്ട്. അതിനിടയിൽ മധ്യസ്ഥം പറയാൻ പോകുന്ന വേറെ ചിലരും ഈ വിഷയത്തിൽ മധ്യസ്ഥം പറഞ്ഞ് പെട്ടെന്ന് വളരെ ലാഘവബുദ്ധിയോടുകൂടി അതിനെ തീരുമാനിച്ചാൽ ഭാവിയിൽ ഇത്തരം ക്രിമിനൽ കേസുകളിൽ ഒരു പ്രശ്നം ചർച്ച ചെയ്യപ്പെടാൻ സാധിക്കാത്ത, അതിന് വിലയില്ലാത്ത ഒരവസ്ഥ ഇന്ത്യ രാജ്യത്ത് വന്നു തീരും എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയും
ഉണർത്തുപാട്ടിൻ ഈണവുമായി വരുന്നിതായി കാന്തപുരം. വിശുദ്ധ സൗഹൃദ ദൗത്യവുമായി വിടർന്നിടുന്നു ശാന്തസ്വരം. ഉണർത്തുപാട്ടിൻ ഈണവുമായി വരുന്നിതായി കാന്തപുരം. വിശുദ്ധ സൗഹൃദ ദൗത്യവുമായി വിടർന്നിടുന്നു ശാന്തസ്വരം. അസുരതകൾ താണ്ഡവമാടും നഗര ഗ്രാമവീഥികളിൽ. അസുരതകൾ താണ്ഡവമാടും നഗര ഗ്രാമവീഥികളിൽ. മനമുണരും കവിതകളായി കാലമരുളിയ കനകവരം. ഉണർത്തുപാട്ടിൻ ഈണവുമായി വരുന്നിതായി കാന്തപുരം. വിശുദ്ധ സൗഹൃദ ദൗത്യവുമായി വിടർന്നിടുന്നു ശാന്തസ്വരം. ആകാശത്തിൻ ചെരുവിലിതാ ചന്ദ്രനുദിക്കുന്നു. ആരാമത്തിലെ ചെറുചെടിയിൽ പൂക്കൾ വിടരുന്നു. ആകാശത്തിൻ ചെരുവിലിതാ ചന്ദ്രനുദിക്കുന്നു. ആരാമത്തിലെ ചെറുചെടിയിൽ പൂക്കൾ വിടരുന്നു. മാനവ ഹൃദയം മാറ്റത്തിൻ മഴ വരവേൽക്കുന്നു. നെറികേടിൻ പകൽ മായുന്നു അണയുന്നു പൂക്കാലം. നേരിന്റെ കൊടിയുയരുമ്പോൾ അഴകേറും മൂവർണ്ണം. ഉണർത്തുപാട്ടിൻ ഈണവുമായി വരുന്നിതായി കാന്തപുരം. അതിന് ജീവിതയാത്രയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടെ പൂർവികർ അധ്വാനിച്ചു. അതിൻ്റെ പ്രതിഫലം നമുക്ക് ഏറെക്കുറെ ലഭിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ ജീവിക്കുവാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറുന്ന, മാനുഷിക മൂല്യങ്ങൾക്ക് വിലയില്ലാതാവുന്ന ഈ കാലഘട്ടത്തിൽ സമസ്ത മേഖലയിലുമുള്ള ജനവിഭാഗങ്ങളെ ഒന്നിപ്പിച്ചുകൊണ്ട് ഒരു വേദിയിൽ ഇരുത്തിക്കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് എന്താണ്, ആ നഷ്ടപ്പെടുവാനുള്ള സാഹചര്യം എന്താണ്, ആ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മാനവികതയെ പിരിച്ചുപിടിക്കുവാൻ നമുക്ക് എന്ത് ചെയ്യണം, ഈ കേരളീയ സമൂഹം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഈ കേരളീയ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ ചിന്തയുടെ ഉണർത്തുപാട്ടുമായാണ് ഇന്ന് ശ്രീ കെ കാന്തപുരത്തിന്റെ ഈ കേരളീയ യാത്ര തുടങ്ങിയിരിക്കുന്നത്. ഒരു പുതിയ സമൂഹത്തെ സൃഷ്ടിക്കുന്നതിൽ നിന്നും മനസ്സിനെ പിച്ചിച്ചീന്തുന്ന തിന്മയിലേക്ക് മനുഷ്യനെ മൃഗമാക്കി മാറ്റുന്ന, മൃഗങ്ങളെ പോലും നാണിപ്പിക്കുന്ന രീതിയിലേക്ക് ഇവിടുത്തെ ജീവിതത്തെ മാറ്റിമറിച്ചിട്ടുള്ള എല്ലാ സങ്കല്പങ്ങളെയും തൂത്തെറിയുവാനുള്ള കൈക്കോട്ടായി, ഈ ഇരുട്ടിനെ അട്ടിയകറ്റുവാനുള്ള ഒരു ചെറുദീപമായി വരുന്ന ഈ യാത്രക്ക് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും. ഇതൊരു മഹത്തായ യാത്രയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മറ്റാരും ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത ഒരു വലിയ ദൗത്യത്തിലാണ് കാന്തപുരം ഉസ്താദ് ഏപ്രിൽ മാസം 12-ാം തീയതി മുതൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. മറ്റേത് പ്രശ്നവും പരിഹരിക്കാൻ എളുപ്പമാണ്. പക്ഷേ മനുഷ്യ മനസ്സിൽ കടന്നുകൂടിയ അഴുക്കിനെ മാറ്റുക എന്നത് ഏറ്റവും വലിയ ദൗത്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സമുദായ സൗഹാർദ്ദം നിലനിർത്താൻ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന മുസ്ലിം സമുദായത്തിലെ വ്യക്തിയായിട്ടാണ് എനിക്ക് അദ്ദേഹത്തെ കാണാൻ ഇന്ന് കഴിഞ്ഞത്. അത് നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ്. കാരണം ഇവിടെ പല സമുദായത്തിലെയും വിരലിലെണ്ണാവുന്ന വ്യക്തികൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് സമുദായങ്ങളെ തന്നെ തീവ്രവാദികളായി വ്യാഖ്യാനിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. ആ തീവ്രവാദത്തിനെതിരായി അദ്ദേഹത്തിൻ്റെ സന്ദേശം ഈ നാട്ടിൽ ഉള്ള എല്ലാ വിഭാഗം ജനങ്ങളും ഉൾക്കൊള്ളാൻ കഴിയണം. ഇവിടെ മതസൗഹാർദ്ദം, മതമൈത്രി എന്നെല്ലാം പറയുമ്പോൾ അതിനെ തെറ്റിദ്ധരിക്കേണ്ടുന്ന ആവശ്യം ഇല്ല. മതമൈത്രി എന്നോ മതസൗഹാർദ്ദമെന്നോ പറഞ്ഞാൽ
എല്ലാ മതക്കാരും ഒരു ആചാരത്തിലും വിശ്വാസത്തിലും ആവുക എന്ന് അതിന് അർത്ഥം ഒരിക്കലും ഇല്ല. മറിച്ച് ഇപ്പോൾ നാം ഈ കൂടിയതുപോലെ എല്ലാ മതത്തിലും പെട്ട എല്ലാ വിഭാഗം ആളുകളും മനുഷ്യത്വം എന്ന അതിമഹത്തായ വിഷയം അതിനെ പരിഗണിക്കുക. ആരാധനകൾ ഓരോ വ്യക്തിക്കും അവർ വിശ്വസിക്കുന്നതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അത് ഇന്ത്യൻ ഭരണഘടനയും അനുവദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ക്രിസ്തുവിനെ പിടിച്ച് മുസ്ലിം ആക്കുകയോ ഹൈന്ദവരെ പിടിച്ച് മുസ്ലിം കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുകയോ അല്ലെങ്കിൽ മുസ്ലിമിനെ നിർബന്ധിച്ച് മറ്റ് മതക്കാർ അവരുടെ കൂട്ടത്തിൽ ആശയം പ്രചരിപ്പിക്കുകയോ ചെയ്യുക എന്ന് ഒരിക്കലും അർത്ഥമില്ല. പക്ഷേ നാം എല്ലാവരും മനുഷ്യരാണ്. കാന്തപുരം വരവായി മാനസഭൂമികളിൽ മാനവമോചന കാവ്യം മനമിൽ സാന്ത്വന മന്ത്രം. മാനവമോചന കാവ്യം മനമിൽ സാന്ത്വന മന്ത്രം. ശാന്തി സുമംഗളുമായി കാന്തപുരം വരവായി മാനസഭൂമികളിൽ ൂഷരഭൂമുകളുഴുതുമറിച്ചു തളിച്ചിടണം സലിലം. ദേശമിലുന്മയിരുത്തു നടുന്നിവർ മാനവ സ്നേഹഫലം. ൂഷരഭൂമുകളുഴുതുമറിച്ചു തളിച്ചിടണം സലിലം. ദേശമിലുന്മയിരുത്തു നടുന്നിവർ മാനവ സ്നേഹഫലം. കടുത്ത വിദ്വേഷത്തിൻ വിത്തുകളടർത്തി മാറ്റിടണം. തളിർത്തു മാനവ സൗഹൃദ പൂവനി പടർത്തുവാൻ ശപഥം. മനസ്സുള്ളിൽ മാനവികത പൂത്തുലയട്ടെ. അകമയിൽ സഹജീവി സ്നേഹ സുമംഗ വിടരട്ടെ. കേരള യാത്ര സിന്ദാബാദ്, കേരള യാത്ര സിന്ദാബാദ്, കേരള യാത്ര സിന്ദാബാദ്, കേരള യാത്ര സിന്ദാബാദ്. ഞാനൊരു മതത്തിലും വിശ്വസിക്കാത്ത ആളാണ്. ഒരു മതത്തിലും വിശ്വസിക്കുന്നില്ല, ദൈവവിശ്വാസിയുമല്ല. അപ്പം അങ്ങനത്തെ ഒരാളെ എന്തിനാണ് നിങ്ങൾ നിർബന്ധപൂർവ്വം ക്ഷണിക്കണം എന്ന് അവരോട് ചോദിച്ചു. ഒന്ന് വരണം നിർബന്ധിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് എത്തിയത്. ഇവിടെ ഈ യാത്രയുടെ ഉദ്ദേശത്തെ സംബന്ധിച്ചുള്ള ആദ്യത്തെ ആമുഖ പ്രഭാഷണം കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പായി. മതവിശ്വാസിയാണോ ഈശ്വരവിശ്വാസിയാണോ എന്നൊന്നും പരിഗണിക്കപ്പെടാതെ ഈ യാത്രയിൽ ഇവിടെ പരാമർശിച്ച വിഷയങ്ങളോട് എല്ലാവർക്കും യോജിക്കാൻ സാധിക്കുന്ന കാര്യമാണ്. മനുഷ്യത്വം, മുമുക്ഷുത്വം, മഹാപുരുഷ സംശ്രയം, ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ ഒന്നിച്ചു കൂടുക വളരെ പ്രയാസമാണ്. ഈ മനുഷ്യത്വം എന്ന് പറയുന്നത് മനുഷ്യാണാം മനുഷ്യത്വം, ഗവാണാം ഗവത്വം. മൃഗങ്ങൾക്ക് മൃഗീയത, മനുഷ്യന് മനുഷ്യത്വം. മനുഷ്യനിൽ ദേവനുണ്ട്, അസുരനുണ്ട്, മനുഷ്യനുമുണ്ട്. ആലത്തൂരിൻ്റെ മണ്ണിലേക്ക് ആലത്തൂർ MLA എന്നുള്ള നിലയ്ക്ക്, ഇവിടുത്തെ ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് സഹർഷം സ്വാഗതം ചെയ്യാൻ അങ്ങേയറ്റത്തെ അഭിമാനം എനിക്കുണ്ട് എന്നാദ്യമായി പ്രസ്താവിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന തിന്മയെ നിരാകരിക്കുന്നതിന് വേണ്ടിയുള്ള സന്ദേശം നൽകുന്ന ഒരു പര്യടന പരിപാടിയാണ് ഇത്.
രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ലാതെ മതാന്ധതയിലേക്ക് അനുയായികളെ തള്ളിവിടാത്ത രൂപത്തിൽ മതമൈത്രിക്കും അതുപോലെ ആ തരത്തിലുള്ള ചിന്താഗതിക്കും പ്രഥമ സ്ഥാനം നൽകിക്കൊണ്ടുള്ള ഒരു രീതിയുമായി സഞ്ചരിക്കുന്ന ഒരു യാത്രയാണ് എന്നുള്ളതിന് തെളിവാണ് എല്ലാ രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക മണ്ഡലങ്ങളിലെ മിക്കവാറും ജനങ്ങൾ ഒരേ വേദിയിൽ ഇരിക്കുന്നത് തന്നെ. കേരളം ഒരുപാട് പോരാട്ട ഭൂമികളുടെ മണ്ണാണ്. ആ പോരാട്ടങ്ങളൊക്കെ മനുഷ്യകത്തെ ശക്തിപ്പെടുത്താൻ പോന്നവയായിരുന്നു എന്നാണ് സാമാന്യമായി ചരിത്രം രേഖപ്പെടുത്തിയത്. ഈ ചരിത്ര പഠനത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നിഖില മേഖലകളിലും അപജയം സംഭവിക്കുന്നു എന്ന് സാക്ഷര കേരളം ആശങ്കിക്കുന്ന സന്ദർഭത്തിലാണ് പോകുന്നു എന്ന് ആശങ്കിക്കുന്നത്, പോയി എന്ന് വിലയിരുത്തപ്പെടുന്നത് ആശങ്കകൾ അകറ്റാനും തിരിച്ചു പിടിക്കാനുമുള്ള വളരെ വലിയൊരു യാത്രയാണ് മഹാനായ കാന്തപുരം ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ യാത്ര കേരള ജനതയോട് ഒറ്റ വാക്കിൽ പറയുന്നു, നമുക്ക് നാം ആശങ്കിക്കുന്ന ആസുരതകളിൽ നിന്ന് മോചനം വേണമോ? ഈ മോചനം നമുക്ക് സാധ്യമാകണമെങ്കിൽ നമ്മുടെ മനസ്സാണ്, മനോഭാവമാണ് മാറേണ്ടിയിരിക്കുന്നത്. ധർമ്മവിളക്കു തെളിച്ചു വരുന്നൊരു സംഗമിതാ തിങ്കളിതാ, കർമ്മമുതിർത്തു കനൽപദമിൽ ജയബേറിയിടും സംഗമിതാ. ധർമ്മവിളക്കു തെളിച്ചു വരുന്നൊരു സംഗമിതാ തിങ്കളിതാ, കർമ്മമുതിർത്തു കനൽപദമിൽ ജയബേറിയിടും സംഗമിതാ. ഉന്നത ലക്ഷ്യത്തിൻ ശിഖരങ്ങളിലുമ്മത്തിൻ യശസേന്തി വസന്തത്തിൻ ഉഷസൊന്നുതിയായി ഹൃത്തിൽ മുറിയാത്ത പ്രവാഹങ്ങളിൽ ശ്രുതിയുയരും സംഗമിതാ. ധർമ്മവിളക്കു തെളിച്ചു വരുന്നൊരു സംഗമിതാ തിങ്കളിതാ, കർമ്മമുതിർത്തു കനൽപദമിൽ ജയബേറിയിടും സംഗമിതാ. ധീരരാം ശ്രേഷ്ഠ സൂഫി വര്യരിൽ നിന്നു കയ്യേറ്റി ഈ ദീപം, ജീവനേകിയും കാത്തുവണയാതെ ശീതക്കാറ്റിലും ശരവേഗം. ധീരരാം ശ്രേഷ്ഠ സൂഫി വര്യരിൽ നിന്നു കയ്യേറ്റി ഈ ദീപം, ജീവനേകിയും കാത്തുവണയാതെ ശീതക്കാറ്റിലും ശരവേഗം. പ്രതിബന്ധത്തിൻ തിരമാലകളിൽ മുങ്ങിയതേയില്ല, പ്രതിരോധത്തിൻ ശൈലങ്ങൾ തടയിട്ടു ഫലിച്ചില്ല. ഈ സുന്നി ആദർശവ്യൂഹം തുടരുന്ന പടയോട്ടമൂനം തട്ടാതെ ചേരും പ്രവാഹം, സ്ഥൈര്യം വിടാ സർവകാലം. ധർമ്മവിളക്കു തെളിച്ചു വരുന്നൊരു സംഗമിതാ തിങ്കളിതാ, കർമ്മമുതിർത്തു കനൽപദമിൽ ജയബേറിയിടും സംഗമിതാ. രക്തമിൽ തീർത്ത അക്ഷരങ്ങളിൽ ലക്ഷ്യം സ്നേഹസുമ സാമ്രാജ്യം, ഭക്തിയുള്ളമിൽ തത്തിടും സൈന്യം അക്രമങ്ങൾക്കെതിർ സജ്ജം. രക്തമിൽ തീർത്ത അക്ഷരങ്ങളിൽ ലക്ഷ്യം സ്നേഹസുമ സാമ്രാജ്യം, ഭക്തിയുള്ളമിൽ തത്തിടും സൈന്യം അക്രമങ്ങൾക്കെതിർ സജ്ജം. സുന്നി ലക്ഷമനോ മഹാരാജം വാണിടുമീ മന്ത്രം, വന്നീ കൈരളിയിൽ ശുഭകാവ്യം മീട്ടിടുമീ വൃന്ദം. തിന്മയെ തൂത്തെറിയുന്ന ചിരനന്മയെ കൈത്തിരിയാക്കാം, മനം വെണ്മയിൽ ശൂന്യത മാറ്റാം, കരമുന്മധ്വജങ്ങളിൽ കോർക്കാം. ധർമ്മവിളക്കു തെളിച്ചു വരുന്നൊരു സംഗമിതാ തിങ്കളിതാ, കർമ്മ
കർമ്മമുതിർത്തു കനൽ പദമിൽ ജയവേറിയിടും സംഗമിതാ. നമ്മുടെ സമൂഹത്തെ മുന്നേറ്റത്തിലേക്ക് കൊണ്ടുവരുന്നതിനും അനാചാരങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും തെറ്റായ പ്രവണതകളിൽ നിന്നും അവരെ ഉയർത്തി ഒരു നല്ല സമൂഹമാക്കി മാറ്റി നാം എല്ലാം പ്രതീക്ഷിക്കുന്ന പോലെയുള്ള ഒരു കേരളീയ സമൂഹം വളർന്നു വരേണ്ടത് ഇന്ന് ഈ നാടിനോട് കടപ്പാടും സമൂഹത്തിനോട് കടപ്പാടും സ്നേഹവും മമതയും ഒക്കെ ഉള്ളവരുടെ ഒരു ആവശ്യമാണ്. മാനുഷിക മൂല്യങ്ങൾ ഉയർത്താൻ വേണ്ടിയുള്ള ഏതൊരു പ്രവർത്തനത്തെയും നാം അഭിനന്ദിക്കാൻ വേണ്ടി തയ്യാറായി മുന്നോട്ട് വരികയാണ്. മനുഷ്യ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഏതൊരാൾ പ്രവർത്തിക്കുന്നോ അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ മഹാനായ കാന്തപുരം ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ മാനവതയെ ഉയർത്തുന്നു എന്നുള്ള ഈ സന്ദേശം ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന ഈ യാത്ര തീർച്ചയായിട്ടും കേരളീയ സമൂഹം ഏറ്റെടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ ജില്ലയിലേക്ക് കാന്തപുരം AP ഉസ്താദിന്റെ കേരള യാത്രയ്ക്ക് അഭിമാനകരമായ വരവേൽപ്പ് നൽകുന്നതെന്ന് ആദ്യമായി പറയട്ടെ. പ്രിയപ്പെട്ട ഉസ്താദിന് ഞങ്ങളുടെ സ്വന്തം ജില്ലയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ മദ്യപാനികളുള്ള നാട് നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബ്ലേഡ് കമ്പനികളുള്ള, പലിശയ്ക്ക് പണം കൊടുക്കുന്ന സ്ഥാപനങ്ങളുള്ള നാട് ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം. ഈ ദൈവത്തിന്റെ സ്വന്തം നാടിന്റെ മുഴുവൻ മാനവികതയും മെല്ലെ മെല്ലെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വർത്തമാനകാലത്ത് കാന്തപുരം AP ഉസ്താദിന്റെ നേതൃത്വത്തിൽ മതത്തിനും ജാതിക്കും ഇസങ്ങൾക്കും അതീതമായി ഹേ മനുഷ്യ എന്ന വിശുദ്ധ ഖുർആനിലെ സംബോധനയെ ആസ്പദമാക്കിക്കൊണ്ട് നീ ഒന്നാവുക, നിന്റെ മനസ്സൊന്നാണ്, നിന്നെ പഠിപ്പിക്കുന്ന ദൈവം ഏകദൈവമാണ്, ആ ഏകദൈവത്തിന്റെ സന്തതികളാണ് നമ്മളെല്ലാവരും എന്ന് പറയുന്ന മഹത്തായ ഈ മാനവിക ദർശനം മലയാളി സ്വീകരിക്കപ്പെടട്ടെ. മനുഷ്യൻ ധാർമ്മിക ബോധമുള്ളവനാവണം. മനുഷ്യൻ അധാർമികതയിലേക്കും അരാജകത്വത്തിലേക്കും വഴുതിക്കൂടാ. മാനവികതയെ ഉണർത്തുക എന്ന അതിമഹത്തായ തത്വം ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി മുഴുവൻ ജനങ്ങളും ഏറ്റെടുത്തു കഴിഞ്ഞാൽ അടുത്ത ഭാവിയിൽ നമ്മുടെ നാട് നല്ല നാടായിത്തീരും. ഇല്ല എങ്കിൽ ഈ നീക്കമാണ് മുമ്പോട്ട് നീങ്ങുന്നതെങ്കിൽ ഇവിടെ കിടന്നുറങ്ങാൻ കഴിയൂല. ആശുപത്രിയിൽ പോയാൽ ഒരു ബെഡിൽ ഹിന്ദു, ഒരു ബെഡിൽ ക്രൈസ്തവൻ, മറ്റൊന്നിൽ ബുദ്ധൻ, ജൈനൻ, ഇങ്ങനെ കിടക്കുന്ന ഈ ബെഡിൽ കിടക്കാൻ കഴിയുമോ? തമ്മിൽ വിശ്വാസമില്ലാതെ വന്നാൽ ബസ്സിൽ കയറാൻ കഴിയുമോ? യാത്ര ചെയ്യാൻ കഴിയുമോ? അതുകൊണ്ട് തന്നെ മനുഷ്യർ തമ്മിലുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കുകയും മനുഷ്യരായി വളർത്തിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. ആസുരതകളിലെ ദുരഭേരിയുയരുമ്പോൾ, ആകുലങ്ങളിലെ ഇരാതി നുണയുമ്പോൾ, ചിരിതൂകിടാൻ മിഴിപൂട്ടിടാൻ കഴിയുന്നുവോ പുലരെ? ഹൃദയങ്ങളിൽ ഉഷസിന്റെ ഉന്മ പടർത്തു സോദരേ. മനസ്സുള്ളിൽ മാനവികത പൂത്തുലയട്ടെ, അകമിൽ സഹജീവി സ്നേഹ സുമങ്ങൾ വിടരട്ടെ. ആസുരതകളിലെ ദുരഭേരിയുയരുമ്പോൾ, ആകുലങ്ങളിലെ ഇരാതി നുണയുമ്പോൾ, ചിരിതൂകിടാൻ മിഴിപൂട്ടിടാൻ കഴിയുന്നുവോ പുലരെ? ഹൃദയങ്ങളിൽ ഉഷസിന്റെ ഉന്മ പടർത്തു സോദരേ. മനസ്സുള്ളിൽ മാനവികത പൂത്തുലയട്ടെ, അകമിൽ സഹജീവി സ്നേഹ സുമങ്ങൾ വിടരട്ടെ. തെരുവുകളിൽ വീണുടഞ്ഞൊരു കണ്ണുനീർക്കണമിൽ
ചുഴിയിട്ടു തുഴഞ്ഞു പോയൊരു ആശ നാം കണ്ടോ? തെരുവുകളിൽ വീണുടഞ്ഞൊരു കണ്ണുനീർ കടവിൽ ചുഴിയിട്ടു തുഴഞ്ഞു പോയൊരു ആശ നാം കണ്ടോ? സ്നേഹവല നീർത്തി സാഫല്യവും ചാർത്തി ചീർത്ത കണ്ണുകളിൽ ചിരികോർത്തിടാനെത്തി 14 പിറ പോലെ മനസ്സുകൾ തെളിയേണ്ടേ? ആസുരതകളിലെ ദുരബേരിയുയരുമ്പോ ആകുലങ്ങളിലെ ഇരാതി നുണയുമ്പോൾ ചിരി തൂകിടാൻ മിഴിപ്പൂട്ടിടാൻ കഴിയുന്നുവോ പുലരെ? ഹൃദയങ്ങളിൽ ഉഷസിന്റെ ഉമ്മ പടർത്തു സോദരേ. മനസ്സുള്ളിൽ മാനവികത പൂത്തുലയട്ടെ. അകമിൽ സഹജീവി സ്നേഹസുമങ്ങൾ വിടരട്ടെ. നെഞ്ചു നൽകി പിഞ്ചുമോനെ പോറ്റി വളർത്തി പിഞ്ചു കൈ വളർന്നതോടെ ആട്ടിയകറ്റി. നെഞ്ചു നൽകി പിഞ്ചുമോനെ പോറ്റി വളർത്തി പിഞ്ചു കൈ വളർന്നതോടെ ആട്ടിയകറ്റി. തീക്കനൽ പെയ്യും മാതാപിതാ മനമിൽ തോറ്റിടുന്നിവിടം മനസ്സുള്ളിലെ സ്നേഹം. കൺകോണിൽ നനവിന്റെ കപട കണവും വരണ്ടോ? ആസുരതകളിലെ സന്തോഷമലതല്ലുന്ന ഉത്സവലഹരിയിലാണ് തൃശൂർ നഗരം. ആദരണീയനും അധ്യാത്മക ഗുരുവുമായ ശ്രീ കാന്തപുരത്തെ ഞാൻ ഇവിടെ വരവേൽക്കുന്നത്. കോർപ്പറേഷൻ മേയർ എന്ന നിലയിൽ ജാതിമത സൗഹാർദ്ദത്തിന്റെയും മതമൈത്രിയുടെയും മതസൗഹാർദ്ദത്തിന്റെയും സംഗമഭൂമിയായ കേരളത്തിന്റെ സാംസ്കാരിക നഗരിയായ തൃശൂർ നഗരം അങ്ങയെ പതിനായിരക്കണക്കിന് മനുഷ്യസ്നേഹികളുടെ ആത്മാവിൽ നിന്ന് ഉയർന്നു വരുന്ന സ്നേഹസാഗരം കൊണ്ട് സന്തോഷപൂർവം ഞാൻ വരവേൽക്കുന്നു. ലോകസൃഷ്ടാവായ അല്ലാഹു വിശേഷബുദ്ധി നൽകി അനുഗ്രഹിച്ച മനുഷ്യൻ പലപ്പോഴും മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആ മനുഷ്യനെ സാംസ്കാരികമായി ഉയർത്തിക്കൊണ്ടുവരാനും അവന് സംഭവിക്കുന്ന അപജയങ്ങളിൽ അവന് തിരുത്താനുള്ള അവസരങ്ങൾ ചിന്തിക്കാനും വേണ്ടി നടത്തുന്ന ഈ മഹത്തായ യാത്ര അൽഹംദുലില്ലാഹ് ധാരാളം പാവപ്പെട്ടവർക്ക് സമൂഹത്തിന് സേവനം ചെയ്തുകൊണ്ട് മഹാനായ ഉസ്താദവറുകളുടെ നേതൃത്വത്തിൽ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ എല്ലാ മനുഷ്യരാലും സ്വീകരിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും മുന്നോട്ട് പോവുകയുമാണ്. കേരളത്തിന് ദൈവത്തിൻ്റെ നാട് എന്ന് പറയുന്നതിൻ്റെ രഹസ്യം എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്, ദൈവത്തിൻ്റെ നാടാണ്. പക്ഷേ അറബികൾ പറയാറുണ്ട് കേരളത്തെ സംബന്ധിച്ച് ഖൈറുല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രത്യേകം ഖൈർ ഗുണം നൽകപ്പെട്ട പ്രദേശം എന്ന്. അതിൻ്റെ അർത്ഥമാണ് സാംസ്കാരിക ജില്ലയിലുള്ള ആളുകളും മറ്റ് മഹാത്മാരുമൊക്കെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഖൈറുല്ലാഹ് എന്ന് പറയുമ്പോൾ
അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ലോകത്തുള്ള മുഴുവനും അള്ളാഹുവിൻ്റെ നാടും സൃഷ്ടിയും ആണ് എങ്കിൽ കേരളത്തിന് മാത്രം പറയാനുള്ള കാരണം ഒരു കാലത്ത് ഇവിടെയുണ്ടായിരുന്ന ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും കാരണം കൊണ്ടാണ്. അല്ലാതെ കൃഷിയോഗ്യമായ സ്ഥലങ്ങളുള്ളത് കൊണ്ടോ പഴവർഗ്ഗങ്ങളുള്ളത് കൊണ്ടോ മറ്റ് ഭക്ഷ്യസാധനങ്ങളുള്ളത് കൊണ്ടോ അല്ല. ഇവിടെ കഴിഞ്ഞുപോയ ആളുകളുടെ ചരിത്രത്തിലേക്ക് നാം കടന്നാൽ ടിപ്പു സുൽത്താൻ ഒരു വലിയ രാജാവാണ്. അതോടൊപ്പം ഭൗതികമായ ആഡംബരങ്ങളിൽ മുഴുകാത്ത ഒരു വലിയ കൂടിയാണ്. ആ ടിപ്പു സുൽത്താന്റെ മന്ത്രിമാരിലും സെക്രട്ടറിമാരിലും മറ്റ് സമുദായത്തിൽപ്പെട്ടവർ ഉണ്ടായി. അവർ കൂടിയാലോചന നടത്താറുണ്ടായി. കോഴിക്കോട് സാമൂതിരി രാജാവും കോഴിക്കോട് വലിയ ഖാദിമാരും ഖാദി മുഹമ്മദ് തങ്ങളെപ്പോലെയുള്ള ഖാദിമാരും ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഒന്നായി ചർച്ച ചെയ്തിരുന്നു. പൊന്നാനിയിലെ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളും ഉമർ ഖാദി തങ്ങളും നികുതി നിഷേധ പ്രസ്ഥാനം കൊണ്ടുവന്നപ്പോൾ അതിന് ഈ നാട്ടിലുള്ള അല്ലെങ്കിൽ ഈ രാജ്യത്തുള്ള മുഴുവൻ ഹൈന്ദവ സഹോദരങ്ങളും അതിന് സ്വാഗതം ചെയ്തിരുന്നു. വിദേശികളെ ഈ നാട്ടിൽ നിന്ന് തുരത്തിവിടുന്നതിന് വേണ്ടി സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന സുപ്രസിദ്ധമായ ഗ്രന്ഥം എഴുതി ലോകത്തിന് സമർപ്പിച്ചു. അങ്ങനെ നല്ല കാര്യം വരുമ്പോൾ അവിടെ ജാതിമതം വേർതിരിക്കാതെ എല്ലാവരും ഒത്തുചേർന്ന് പ്രവർത്തിച്ചു. ഇന്ന് എവിടെയാണതുള്ളത് എന്ന് നാം ചിന്തിക്കുന്നു. ഇന്ന് മന്ത്രിസഭയും മന്ത്രിസഭാ വികസനവും മന്ത്രിമാരെ നിശ്ചയിക്കലും അടക്കം എല്ലാം ജാതീയതയുടെയും വർഗത്തിൻ്റെയും പേരിൽ വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അതിൻ്റെ തർക്കം പൊതുജനങ്ങളിലേക്ക് വരെ ഇറക്കിക്കൊടുത്തുകൊണ്ടാണ് ഇന്നിവിടെ നടക്കുന്നത്. അങ്ങനെ നാം ചിന്തിക്കുമ്പോൾ ഇവിടെ എല്ലാം എതിർപ്പ് തന്നെ. അക്രമത്തിലൂടെ ആരെയും നന്നാക്കാനാവില്ല, ഇനി നിയമത്തിലൂടെയും നന്നാക്കാനാവില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇവിടെ ആഭ്യന്തര വകുപ്പുണ്ട്. ആഭ്യന്തര വകുപ്പ് അടിയന്തരമാണ്. പക്ഷേ വെറും ആഭ്യന്തര വകുപ്പ് കൊണ്ട് മാത്രം ഇവിടെ സമാധാനമുണ്ടാവുകയില്ല. സമാധാനമുണ്ടാകാൻ ധാർമ്മിക ബോധം വേണം. അരാജകത്വത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്തിയെടുക്കണം. അങ്ങനെ അരാജകത്വമില്ലാത്ത, അധാർമികതയില്ലാത്ത, ധാർമ്മിക ബോധമുള്ള, ധാർമ്മിക ആത്മീയ ചൈതന്യമുള്ള വിഭാഗമായി ഇവിടെ ജനങ്ങളെ വളർത്തിയെടുക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി ശ്രമിക്കുക. അതാണ് ഞങ്ങളുടെ ഈ യാത്രയുടെ ലക്ഷ്യം. ഇൻഷാ അല്ലാഹ് ഇത് വിജയിക്കുക തന്നെ ചെയ്യും. ദുരിത നദികളേറെ താണ്ടി വന്ന ധീരമക്കളെ, പുതിയ കാല നന്മകൾക്ക് കൊടി പിടിക്കും കൂട്ടരെ. ദുരിത നദികളേറെ താണ്ടി വന്ന ധീരമക്കളെ, പുതിയ കാല നന്മകൾക്ക് കൊടി പിടിക്കും കൂട്ടരെ. ഒത്തുചേർന്നു കൈകൾ കോർത്തു സ്നേഹ സംഘമായിടാം മൂവർണ്ണ
കൂട്ടരെ. സ്നേഹമാണ് ധർമ്മമാണ് നമ്മിലുള്ള ആയുധം, സേവനത്തിൻ മധുരമന്ത്രമാണ് ഹൃദയദർശനം. സ്നേഹമാണ് ധർമ്മമാണ് നമ്മിലുള്ള ആയുധം, സേവനത്തിൻ മധുരമന്ത്രമാണ് ഹൃദയദർശനം. സൗഹൃദത്തിൻ കവിത ചൊല്ലി വഴി വെളിച്ചമാക്കുവാൻ നാം വരുന്നു മഹീതാകെ സ്നേഹഗാഥ തീർക്കുവാൻ. ദുരിത നദികളേറെ താണ്ടി വന്ന ധീരമക്കളെ, പുതിയ കാല നന്മകൾക്ക് കൊടി പിടിക്കും കൂട്ടരെ. പ്രവാചക പ്രഭു ഉയർത്തിവിട്ട ധർമ്മവാചകം പാരിലാകുയർത്തിടുന്നു നമ്മൾ ഇന്ന് സാഹസം. പ്രവാചക പ്രഭു ഉയർത്തിവിട്ട ധർമ്മവാചകം പാരിലാകുയർത്തിടുന്നു നമ്മൾ ഇന്ന് സാഹസം. പാതിരാവിൻ നെഞ്ചിലും ഉറങ്ങിടാത്ത മാനസം, പാതി വച്ചു പിന്മടങ്ങുകില്ല നമ്മളീ പദം. ദുരിത നദികളേറെ താണ്ടി വന്ന ധീരമക്കളെ, പുതിയ കാല നന്മകൾക്ക് കൊടി പിടിക്കും കൂട്ടരെ. വിപ്ലവത്തിൻ വീരഗർജനങ്ങൾ നാം ഉയർത്തണം, വിശ്രമിച്ചിടാതെ നമ്മൾ ധീരമായി ഗമിക്കണം. വിപ്ലവത്തിൻ വീരഗർജനങ്ങൾ നാം ഉയർത്തണം, വിശ്രമിച്ചിടാതെ നമ്മൾ ധീരമായി ഗമിക്കണം. വിശ്വമാകെ നന്മയുടെ പുണ്യഗാഥ തീർക്കണം, ഒരുമയോടെ നിന്നു നമ്മൾ വഞ്ചയം വരിക്കണം. ദുരിത നദികളേറെ താണ്ടി വന്ന ധീരമക്കളെ. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ കേരളയാത്ര നമ്മുടെ കേരളത്തിന്റെ മനുഷ്യർ തമ്മിലുള്ള ഐക്യത്തിന്റെ, സ്നേഹത്തിന്റെ, മാനസികമായ ഏറ്റവും സ്നേഹനിർഭരമായ അന്തരീക്ഷം രചിക്കുന്നതിന്റെ ഏറ്റവും നല്ല ഒരു അധ്യായമായി ഈ കേരളയാത്ര മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കാന്തപുരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ ജാഥയിൽ ഈ യാത്രയിൽ പങ്കെടുക്കുന്ന അദ്ദേഹത്തെ ഒപ്പം സഞ്ചരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. ഒരു ബഹുസ്വര സമൂഹത്തില് സമാധാനത്തോടെ ഐക്യത്തോടെ എങ്ങനെ ജീവിക്കണമെന്ന് ഈ ജാഥയുടെ ഫലമായി നമ്മുടെ നാട്ടിലെ എല്ലാ മതസ്ഥരുമായ അമ്മകള് മനസ്സിലാക്കാൻ പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അതിനുപകരിക്കത്തക്ക ഒരു മഹാപ്രസ്ഥാനമായി ഈ ജാഥയും ഇതിന്റെ നേതൃത്വവും മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ കൂടിയിട്ടുള്ള ആബാലബന്ധം ജനങ്ങളും ഒരേ സ്വരത്തിൽ പറയും, മതത്തിനും ജാതിക്കും രാഷ്ട്രീയത്തിനും അതീതമായി ഈ മാനവികതയാണ് സസ്യകോമള സുന്ദരമായ കൊച്ചു കേരളത്തില് ഉയർത്തിപ്പിടിക്കേണ്ടതെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഈ സമ്മേളനത്തിൽ ക്ഷണിച്ചപ്പോൾ ഞാനും ആ പക്ഷം ചേരുവാൻ ഈ ബഹുമാനരായ നിങ്ങൾ ഓരോരുത്തരോടൊപ്പം ഇവിടെ സന്നിഹിതനായിട്ടുള്ളത്. ആധുനിക കാലഘട്ടം ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇത്തരത്തിലുള്ള സന്ദേശമായി മുന്നോട്ട് പോകുക. ഇഫ് വെൽത്ത് ഈസ് ലോസ്റ്റ്, നത്തിങ് ഈസ് ലോസ്റ്റ്. ഇഫ് ഹെൽത്ത് ഈസ് ലോസ്റ്റ്, സംതിങ് ഈസ് ലോസ്റ്റ്. ഇഫ് ക്യാരക്ടർ ഈസ് ലോസ്റ്റ്, എവരിതിങ് ഈസ് ലോസ്റ്റ്. ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണമാണ് ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം, ഏറ്റവും പ്രധാനപ്പെട്ട കടമ. അത് നിർവഹിക്കേണ്ടത് കുടുംബങ്ങളിൽ നിന്നാണ്. കേരളം ദൈവത്തിന്റെ നാടാണ്. ഈ ദൈവത്തിന്റെ നാട്ടിലും നമുക്ക് ഇഷ്ടപ്പെടാത്ത പലതും നടക്കുന്നുണ്ട്. ദൈവവിരുദ്ധ പ്രവർത്തനങ്ങൾ, ആത്മീയ വിരുദ്ധ പ്രവർത്തനങ്ങൾ, മനുഷ്യത്വ വിരുദ്ധ പ്രവർത്തനങ്ങൾ, ദേശീയ വിരുദ്ധ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ നമ്മുടെ ചുറ്റുപാടും ഇപ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്യും. അവിടെയാണ് ഈ മുദ്രാവാക്യത്തിന്റെ, ഈ സന്ദേശത്തിന്റെ പ്രസക്തി. മാനവികതയെ ഉണർത്തുക, ഇത്ര മഹത്തരമായ ഒരു മറുപടി. ഈ ദുർചിന്തകൾക്ക്, ഈ ദുഷ്ടവിചാരങ്ങൾക്ക് മറുപടിയാണ് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഈ യാത്രയിലൂടെ ആ ദുഷ്ടചിന്തകളെയും തെറ്റായ ചിന്തകളെയും മനുഷ്യന്റെ സമൂഹത്തിൽ പടർന്നു വരുന്ന എല്ലാ തെറ്റുകൾക്കുമെതിരെ ഇതാ ഒരു സന്ദേശവുമായി ഒരു വിളക്കിന്റെ ദീപത്തിന്റെ പ്രകാശം പോലെ കാന്തപുരത്തിന്റെ പ്രകാശം അങ്ങനെ കേരളം മുഴുവൻ നടന്നു നീങ്ങുമ്പോൾ ഇതാ രാജ്യത്ത് സമാധാനവും
ഐശ്വര്യവും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മലയാളിക്ക് മാനവികത എന്താണെന്നറിയാം, പക്ഷേ എവിടെയോ അവന്റെ മാനവികത ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള വിദ്യാഭ്യാസമുള്ള നാടാണ് കേരളം. ഏറ്റവും കൂടുതൽ ആതുരാലയങ്ങളുള്ള നാടാണ് കേരളം. മനുഷ്യൻ തമ്മിലുള്ള സൗഹൃദത്തിന്റെ പുണ്യഭൂമിയാണ് കേരളം. എന്നാൽ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മാനസിക രോഗികളുള്ള നാടായി കേരളം മാറുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നവരുടെ നാടായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളോഹരി മദ്യപാനികളുള്ള നാട് ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളമാണെന്നുള്ള കാര്യം അപമാനത്തോടുകൂടി നമുക്ക് ശിരസ് കുനിച്ച് സമ്മതിക്കേണ്ടി വരുന്നു. ഏറ്റവും കൂടുതൽ വൈവാഹിക കുടുംബ കലഹങ്ങൾ കോടതിയിലെത്തുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങളൊന്നാണ് കേരളം. അങ്ങനെ നാം നേടിയ പല സംസ്കാരങ്ങളും നമ്മുടെ ചരിത്രവും പൈതൃകവും മെല്ലെ മെല്ലെ ചോർന്നു വരികയാണ്. അതുകൊണ്ട് തന്നെയാണ് AP ഉസ്താദിന്റെ ഈ യാത്ര ഇസ്ലാമിക മതവിഭാഗത്തിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമുള്ള മുദ്രാവാക്യവും ആശയവുമല്ല. മുസ്ലിം സമുദായം ഒരിക്കലും ഇവിടെ ആരെയും നിർബന്ധിച്ചുകൊണ്ട് മതപരിവർത്തനം ചെയ്യിപ്പിച്ചിട്ടില്ല, ആക്രമിച്ചിട്ടില്ല. അതുപോലെ തന്നെ മറ്റ് മതങ്ങൾ നമ്മുടെ കേരളത്തിൽ പ്രത്യേകമായി ഉള്ള ഹൈന്ദവ മതം, ക്രിസ്തുമതം, അതാണ് കൂടുതലുള്ളത്. അവരാരും അതിന്റെ നേതാക്കൾ ഇന്ന് വരെയായി ഒരു നിർബന്ധ മതപരിവർത്തനം നടത്തുന്നതായി നമുക്ക് അറിവില്ല. ഓരോ വ്യക്തികളും ഓരോ പ്രസ്ഥാനവും മതവും അവരുടെ മതങ്ങൾ അനുസരിച്ച് തന്നെ പൂർണ്ണമായും ജീവിക്കണം എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടെ ജീവിക്കുകയും അതേ സമയത്ത് തമ്മിൽ കലഹിക്കാതെ സമാധാനപരമായ ഒരു ജീവിതം നയിച്ചു വരുന്നവരാണ് നമ്മുടെ മുൻഗാമികളെല്ലാം. എന്നാൽ ഇന്ന് കാലം മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു മതക്കാരന് മറ്റൊരു മതക്കാരനെ വിശ്വാസമില്ലാതെ പേടിയായിക്കൊണ്ടിരിക്കുന്നു. ഒരിക്കലും അത് പറ്റില്ല. മാനവ സ്നേഹം പാടി വരുന്നൊരു കേരള യാത്ര ഇതാ, മോഹനമായൊരു ഭാവിക്കായി കോർത്ത കരങ്ങളിതാ. മാനവ സ്നേഹം പാടി വരുന്നൊരു കേരള യാത്ര ഇതാ, മോഹനമായൊരു ഭാവിക്കായി കോർത്ത കരങ്ങളിതാ. കേരള ജനസഞ്ചയത്തിലുള്ള വൈവിധ്യമാർന്ന സംസ്കാരത്തിന്റെ ഉടമകളായ നമ്മളൊക്കെ ഒരേ ഒരു ചരടിൽ കോർത്തിണക്കപ്പെടുന്നത്, ആ ഒരേ ഒരു ചരടാണ് മാനവികത. ലോകത്തിൽ അനേകം സംസ്കാരങ്ങളുണ്ടായിട്ടുണ്ട്. ആദ്യകാലങ്ങളിലുണ്ടായിട്ടുള്ള അസീറിയൻ സംസ്കാരം, ബാബിലോണിയൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം,
ഗ്രീക്ക് സംസ്കാരം, റോമൻ സംസ്കാരം, ബ്രിട്ടീഷ് സംസ്കാരം, ഇതൊക്കെ ലോകത്തിൽ വന്ന് ഉദിച്ച് ഉയർന്ന് അസ്തമിച്ചു പോയിട്ടുള്ള സംസ്കാരങ്ങളാണ്. അർണോൾഡ് ടോയിൻബി എന്ന ചരിത്രകാരൻ പറയുന്നത് ഏതെങ്കിലും ഒരു സംസ്കാരം വളരുന്നതിനിടയ്ക്ക് ധാർമ്മിക മൂല്യങ്ങളെ അവഗണിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അധപതനത്തിന് കാരണം ധാർമ്മിക മൂല്യങ്ങളെ അവഗണിച്ചു എന്നത് തന്നെയാണ്. ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം ഇന്നില്ല. പിന്നീട് ബദലായി വന്ന അമേരിക്കൻ സംസ്കാരം ഇന്ന് അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള സദാചാര ധാർമ്മിക മൂല്യങ്ങളുടെ ച്യുതി കാരണം എന്തെല്ലാം തകർച്ചകളാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ ഏത് സിദ്ധാന്തത്തിനും ഏത് സാമൂഹ്യ വ്യവസ്ഥയ്ക്കും ഹൃദയമുണ്ട്. മുതലാളിത്തത്തിന് ഹൃദയമില്ല. കരുണയില്ലാത്ത, കനിവില്ലാത്ത, ഹൃദയമില്ലാത്ത, സ്നേഹമില്ലാത്ത ഒരു തത്വസംഹിതയാണ് മുതലാളിത്തം. അത് ലോകത്ത് ഇന്ന് എങ്ങനെയാണ് കത്തി ജ്വലിച്ച് പടർന്ന് തകർത്ത് തരിപ്പണമാക്കി മുന്നേറുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ നീരാളിപ്പിടുത്തം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന അലോസരങ്ങൾ നമുക്കറിയാം. അതിന്റെ കടന്നാക്രമണങ്ങൾ നമുക്കറിയാം. നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും നമ്മുടെ നാട്ടിലും അതിന്റെ വിവിധ കൈവഴികൾ പറന്നു വന്ന് ആഗോളവൽക്കരണത്തിന്റെയും ഉദാരവൽക്കരണത്തിന്റെയും ഒക്കെ പേരിൽ വന്ന് അത് നമ്മുടെ സ്വഭാവങ്ങൾക്കുള്ളിൽ കയറി, നമ്മുടെ തലച്ചോറിനുള്ളിൽ കയറി, നമ്മുടെ ജീവിത രീതിയെ മാറ്റി നമ്മെ മനുഷ്യനല്ലാതാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഇത്തരം മാനവികത ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സിദ്ധാന്തങ്ങൾക്ക്, പ്രചരണങ്ങൾക്ക് എല്ലാം വലിയ പങ്കുണ്ട്. മതം, ജാതി അല്ലെങ്കിൽ വിശ്വാസങ്ങൾ ഇവയൊക്കെ തന്നെ അവയുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് മനുഷ്യനെ സഹായിക്കാൻ കഴിയുന്നവയാണ്. മനുഷ്യരെ സ്നേഹിക്കുക എന്നതാണ് ഏറ്റവും ഉദാത്തമായ സന്ദേശം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ മനുഷ്യത്വത്തിനെതിരായിട്ടുള്ള നിരവധി കടന്നാക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല പല രൂപങ്ങളിൽ അത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നു. മതം ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഒരു മാനുഷിക സന്ദേശം ഉയർത്തിപ്പിടിക്കുന്നു. എന്നാൽ മതത്തിന്റെ പേരിൽ വിഭാഗീയതയും തീവ്രവാദവും വർഗീയതയും ഒക്കെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. സ്വന്തം മക്കളെ കുരുതി കൊടുക്കുന്നവർ, സ്വന്തം മക്കളെ പോലും പീഡിപ്പിക്കുന്നവർ, സ്വന്തം പിതാക്കളെ, മാതാക്കളെ ആക്രമിക്കുന്നവർ, ഇതെല്ലാം നമുക്ക് ചുറ്റും ഒറ്റപ്പെട്ടതാണെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകുന്നു. അത്തരമൊരു കലികാലത്താണ് മനുഷ്യ സ്നേഹത്തിന്റെ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഈ കേരള യാത്ര ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഗൾഫ് യാത്രക്കാർക്ക് പൊതുവെ തന്നെ അമേരിക്കയിൽ പോയി വരുന്ന കാശാണ് ഇവിടെ നിന്ന് UAE-യിലേക്കും ഖത്തറിലേക്കും കുവൈത്തിലേക്കുമെല്ലാം എയർ ഇന്ത്യ ഈടാക്കുന്നത്. ഒരാൾക്ക് ഇവിടുന്ന് സൗദിയിൽ പോകുന്ന കാശ് ഉണ്ടായാൽ അമേരിക്കയിലും ലണ്ടനിലും പോയി വരാം. ഇവിടെ മുസ്ലിംകൾ മാത്രം പോകുന്നതാണ് ഹജ്ജിന് പോകുന്നത്. അവിടെ ലണ്ടനിൽ പോയി വരാൻ, അമേരിക്കയിൽ പോയി വരാൻ 18 മണിക്കൂർ 20 മണിക്കൂർ യാത്ര ചെയ്യുന്ന പ്ലെയിൻ കാശും ഇവിടെ 3 മണിക്കൂർ കൊണ്ട് എത്തുന്ന അല്ലെങ്കിൽ 4 മണിക്കൂർ കൊണ്ട് പോകുന്ന യാത്രാക്കൂലിയും ഒരുപോലെയാണ് എയർ ഇന്ത്യ ഇപ്പോൾ തന്നെ ഇവിടെ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് അഡീഷണൽ സർവീസ് ടാക്സ് എന്ന പേരിൽ പുതുതായി ഒന്ന് ഏർപ്പെടുത്താൻ പോകുന്നതായി അറിയുന്നു, അല്ലെങ്കിൽ ഏർപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അത് തീർച്ചയായും പിൻവലിക്കാൻ ഉത്തരവാദപ്പെട്ടവർ തയ്യാറാവണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്.